നമസ്കാരം. ഈ കള്ളവെടീൻ്റെ കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് ഭൂലോകമേ സർവാണ്. അതിപ്പോൾ വിദേശത്തായിക്കോട്ടെ, ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് ആയിക്കോട്ടെ, അവിടെ എനിക്ക് മുതൽ റെഡി ആയിക്കും. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടൻ നാട് വിട്ടുപോയി മുംബൈക്ക്. പിന്നെ അവിടെ നിന്ന് കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ച് അയാൾക്ക് അവിടെ മടുത്തു. നേരെ ആസാമിലേക്ക് പോയി, തെസ്പൂർ. കൂട്ടുകാരൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അയാളും എൻ്റെ ഫ്രണ്ടാണ്. എന്തും പറയും, എന്ത് ചെയ്യും. അപ്പം അങ്ങനെ എന്നിലും കുറച്ച് ഏജ് കൂടുതലാണ്. എൻ്റെ കൂട്ടുകാരൻ്റെ ചേട്ടൻ്റെ ചേട്ടനാണ്. അപ്പോൾ ഞാനന്ന് വർക്ക് ചെയ്യണത് മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ യാദൃശ്ചികമായിട്ട് ഇയാളൊരു ദിവസം നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് കണ്ടുമുട്ടി. അപ്പോൾ ഈ ആള് എന്നെ ആസാമിലേക്ക് ക്ഷണിച്ചു. തെസ്പൂർ, നീ വരണം, നിനക്ക് പറ്റിയ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട്, നീ മിസ് ചെയ്യരുത്, എപ്പോൾ വന്നാലും നിനക്ക് ഓൾവേസ് വെൽക്കം. അപ്പോൾ ഇയാൾക്ക് വേറൊരു പ്രത്യേകത ഉണ്ട് ആസാമിൽ. ഇയാൾ ആസാമീസ് ഭാഷ എഴുതാനും ഒക്കെ പഠിച്ച്, എന്നിട്ട് നമ്മുടെ കേരളത്തിലുള്ള ഈ മലയാള മനോരമയിലൊക്കെ, അല്ലെങ്കിൽ അത്ര മനോരമേൻ്റെ അത്രയും പ്രസിദ്ധി ഇല്ലാത്തൊക്കെ വീക്കിലുകളുണ്ടല്ലോ, അതിലൊക്കെ മലയാള കവിതകളുണ്ടാവില്ല, ആരെങ്കിലുമൊക്കെ എഴുതിയത്. ഇത് ഇയാൾ ആസാമീസിലാക്കും. എന്നിട്ട് അവിടുത്തെ ലോക്കൽ വീക്കിലൊക്കെ പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഇയാൾ അവിടുത്തെ കുറച്ച് ആൾക്കാരുടെ ഇടയിലൊരു എഴുത്തുകാരനാണ്, കവിയാണ്. അപ്പോൾ ഇയാൾക്ക് അവിടെ ഒരു ഇതുണ്ട്, ബുക്ക് സ്റ്റാളിൽ ഷെയറുണ്ട്. അപ്പോൾ ഇയാൾ എന്നോട് ചെല്ലാൻ പറഞ്ഞില്ല. അപ്പം ഞാൻ പണ്ടേ വിചാരിക്കണ ഒരു കാര്യമാണ്, എനിക്ക് ആസാമിൽ ഒന്ന് പോകണമെന്ന്. ഒരു കാലത്ത് നമ്മുടെ മലയാളികളൊക്കെ പണി അന്വേഷിച്ച് പോയിരുന്നൊരു സ്ഥലമാണ് ആസാം. പിന്നെ പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലമാണ്, പിന്നെ ഇന്ത്യൻ്റെ ബോർഡറാണ്. ഇപ്പോഴത്തെ ബോർഡറിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, കാശ്മീർ അതേപോലെ അല്ലേ, ഇത് ഈ ഭാഗത്തല്ലേ. അങ്ങനെ ഒരു ദിവസം ഞാൻ പോവാണ് ഇയാളുടെ അടുത്തേക്ക്. അപ്പോൾ ഒരു 10 ദിവസമെങ്കിലും അവിടെ നിൽക്കണമെന്ന് എന്നോട് പറഞ്ഞേക്കണം. ഞാൻ അതിനൊക്കെ തയ്യാറായിട്ടാണ് പോണത്. അന്ന് ഗുവാഹട്ടി വരെ ട്രെയിനിൽ പോയി, പിന്നെ അവിടുന്ന് തെസ്പൂർ ബസ്സിൽ. അവിടെ ഇയാൾ താമസിക്കണത് ഒറ്റക്കാണ്, പക്ഷേ ഇയാളുടെ പാർട്ട്ണറൊക്കെ താമസിക്കണത് ഒരു വലിയ വീടാണ്, റിച്ചാണ് അവർ. പിന്നെ അവർക്ക് ആതിഥ്യ മര്യാദ നല്ലോണം ഉണ്ട്. ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്ത് തരേണ്ടതെന്ന് അറിയില്ല. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നമ്മളോട് ഇടപെടും, ഫ്രീ ആയിട്ട് ഇടപെടും. അപ്പോൾ സ്ത്രീകളെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഇവിടെ നിന്ന് തുടങ്ങാം. ഈ നാഗാലാൻഡ് തുടങ്ങി, മണിപ്പൂർ, ത്രിപുര, ആസാം, അതുപോലെ നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ജപ്പാൻ, ചൈന, ഏകദേശം പെണ്ണുങ്ങളൊക്കെ ഒരുപോലെ. മുഖം കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, അവർക്ക് പ്രായം മതിക്കില്ല. അപ്പം എന്നെ ഒരു കൂടുതൽ സ്വീകരിക്കണതിന് വലിയൊരു കാരണം കൂടി ഉണ്ട്. ഈ ഫാമിലി ഹണ്ടിങ്ങിന് താല്പര്യമുള്ള. അപ്പോൾ തെസ്പൂരിൽ നിന്ന് കുറേ ഒരു 10-60 കിലോമീറ്ററൊക്കെ ഉണ്ടാവും. നെമേരി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, സോണിത്പൂർ ജില്ല. അവിടെയൊക്കെ ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ കാട്ടുപോത്ത് വരെ അവിടെ ഉണ്ട്. റിസർവ് ഫോറസ്റ്റ്, കാട്ടുപോത്തുണ്ട്, പിന്നെ കണ്ടാമൃഗം, ഒറ്റക്കൊമ്പുള്ളത്, എല്ലാ സംഭവം ഉണ്ട് അവിടെ. അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു നാഷണൽ പാർക്കൊക്കെ ഇപ്പോൾ ഉണ്ട് അവിടെ. അപ്പം അന്ന് ആ കാലഘട്ടത്തിലൊക്കെ കൊടും വനങ്ങളാണ് അവിടെ.
അപ്പോൾ അവിടെ ഇയാളുടെ പെങ്ങൾ താമസിക്കുന്നുണ്ട്. ഈ എൻ്റെ കൂട്ടുകാരൻ്റെ പാർട്ട്ണറുടെ മൂത്ത പെങ്ങൾ ഒരു 50 വയസ്സുണ്ടാവും. പക്ഷെ പ്രായം നമുക്ക് മതിക്കില്ല. എന്നാലും ഞാൻ ഇയാളോട് ചോദിച്ചു, എൻ്റെ ഫ്രണ്ടിനോട്. അപ്പോൾ അവർക്ക് 50 കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഹണ്ടിങ്ങിന് താല്പര്യമുള്ള ഫാമിലിയാണ്. അപ്പോൾ ഈ നെമ്മേരിയാണ് ഇവൻ്റെ ഈ പെങ്ങൾ താമസിക്കണേ. കുറച്ച് ദിവസം അവിടെ നിൽക്കാൻ പറഞ്ഞ് പോയി. അപ്പം എന്നെ ഇഷ്ടം ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ ആർമിയൊക്കെ ആകുമ്പോൾ വെടിക്കാരായിക്കല്ലേ. അങ്ങനെ കാറിൽ അങ്ങോട്ട് പോയി. ഈ ആങ്ങളെയൊക്കെ ഉണ്ട്, കൂട്ടുകാരനുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ റൈഫിൾ ക്ലബ്ബ് സിനിമ കണ്ടപ്പോൾ എനിക്ക് ആ ഫാമിലിനെ ഓർമ്മ വന്നു. അവിടെ തോക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാം. എനിക്ക് 12 ബോർ, ഡബിൾ ബാരൽ, സിംഗിൾ ബാരൽ, അതായത് 160 വർഷം പഴക്കമുള്ള തോക്ക് വരെ ഉണ്ട്, വിദേശ തോക്ക് ആ വീട്ടിൽ. പിന്നെ അവിടെ അന്നത്തെ കാലത്ത് ഹണ്ടിങ്ങൊന്നും വലിയൊരു കേസിൽ പെടില്ല. കാരണം ആരാ വന്ന് പിടിക്കണത്? അത്ര ഒഴിഞ്ഞ സ്ഥലത്താണ് ഈ ഇവരൊക്കെ ഉള്ളത്. അതായത് ഒരു കാട്ടുപോത്തിനൊക്കെ വെടി വെച്ച് ഇട്ട് കഴിഞ്ഞാൽ അതിനെ സൈസാക്കി പാറപ്പുറത്ത് ഉണക്കി ഒക്കെ സ്റ്റോർ ചെയ്യും, ഫ്രഷും യൂസ് ചെയ്യും. അങ്ങനെയൊക്കെ അങ്ങനെ അവിടെ ചെന്ന് സ്മോളടിക്കാത്ത പരിപാടിയില്ല. അപ്പം ഞാനങ്ങനെ അധികം കഴിക്കൂല. പ്രത്യേകിച്ച് പരിചയമില്ലാത്ത വീട്ടിലൊക്കെ ചെന്നാൽ നമ്മൾ കുടിച്ച് മാക്കറടിയിട്ട് ഒരു പണി നടക്കില്ല. അങ്ങനെ അന്ന് ഈ കൂട്ടുകാരുടെ പാർട്ട്ണറൊക്കെ അവിടെ താമസിച്ച്. പക്ഷെ അവരൊക്കെ വേറെ വേറെ മുറിയിലാണ്. എനിക്കൊരു മുറി തന്നിട്ടുണ്ട്, നല്ല ഡബിൾ കോട്ടും ബെഡും, നല്ല സുന്ദരമായിട്ടുള്ളൊരു മുറി, വലിയ വീടാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലേ, തോക്കുകൾ തന്നെ ഒരു കളക്ഷനാണ് അവിടെ. റൈഫിൾ ക്ലബ്ബിലൊക്കെ കണ്ട പോലെ സിനിമയിൽ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാൻ ഞാൻ ആ റൂമിൽ വന്ന് ഞാൻ കിടന്നു. ലൈറ്റൊന്നും ഓഫാക്കിയിട്ടില്ല. അപ്പം ഈ ചേച്ചി വരുന്നുണ്ട്. ഇവർ വന്ന് ഉള്ളിൽ കയറി വാതിൽ കുറ്റിയിട്ട് അതായത് എൻ്റെ ഒപ്പം കിടക്കാൻ വരിക. അപ്പം എനിക്ക് അവിടുത്തെ രീതികൾ അറിയില്ലല്ലോ. അപ്പം എന്നോട് കൂട്ടുകാരൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്, അവരെന്തിനും പറ്റും, അവർ അതൊക്കെ ത്രില്ലുള്ള ആളാണ്, നിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ നീ പാസ്സാക്കിക്കോ, ഒരു പ്രശ്നമില്ല. അങ്ങനെ ഇവർ വന്നു കിടക്കാൻ മേലിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞു എനിക്ക് തെക്കേ ഇന്ത്യക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളുടെ കളറ് മുഖം ഒക്കെ നല്ല സുന്ദരമാണെന്നൊക്കെ പറഞ്ഞ് ഇതായിട്ട് ഏതായാലും അവരെൻ്റെ അടുത്ത് കിടന്ന്. പിന്നെ ഒരു ഭർത്താവിൻ്റെ ബെഡ്റൂമിക്ക് ഭാര്യ വരണം, അതേ സ്വാതന്ത്ര്യത്തോടു കൂടി. പിന്നെ അവരുടെ ചുംബനം, ചുണ്ടൊക്കെ നല്ല ടോപ്പാണ്. കളറാണെങ്കിലാ അസാധ്യ കളറ്. ചുണ്ടൊക്കെ പിടിച്ച് ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്ത്, എൻ്റെ വീക്ക്നെസ് ഷെഡ് മാത്രം ഇട്ട് കാണുക. അതും അതിൻ്റെ കളർ ഞാൻ പറയില്ല, കളറ് പറഞ്ഞാൽ എല്ലാം പിടിക്കാൻ ഒരാളുണ്ട്. അപ്പം ഷെഡിൻ്റെ കളറ് പറയാനില്ല. ഇത് ഷെഡ് ഊരി കഴിഞ്ഞപ്പോഴാണ് ഒരു ഒറ്റ രോമമില്ല തന്നെ. എന്നാൽ ഷേവ് ചെയ്തതിൻ്റെ ഒരു അടയാളമില്ല. ഇത് സാധാരണ സ്കിന്ന് പോലെ തന്നെ. ഞാൻ അവരുടെ അടുത്ത് പരാജയപ്പെടുമെന്ന് വിചാരിച്ച്, നല്ല ടൈമിങ്ങുള്ള പെണ്ണാണ്. പക്ഷെ ഞാൻ ഫോർ പ്ലേക്ക് നല്ലോണം ടങ്കും ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കളിച്ചത്. പിന്നെ ഞാൻ അവരോട് ചോദിച്ചു, ഇവിടുത്തെ ഹെയറൊക്കെ എന്താ ഇങ്ങനെ ഷേവ് ചെയ്യാണ്ട് ഇതാക്കിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ എന്തൊരു നാടൻ സംഭവമുണ്ട്, അത് പുരട്ടി കഴിഞ്ഞാൽ ഹെയർ റിമൂവറാണ്, പിന്നെ അവിടെ രോമം കിളിക്കൂല. അപ്പോൾ എപ്പോഴും നല്ല സുന്ദരിയായിട്ടിരിക്കും. ഏത് ആ കിണ്ണം പോലെ ഇരിക്കും. അങ്ങനെ പിന്നെ ഇവരുടെ ബ്രദറൊക്കെ തിരിച്ചു പോയി, എൻ്റെ ഫ്രണ്ടും പോയി. കാരണം അവർക്ക് അവിടെ ബിസിനസ്സാണല്ലോ, ബുക്ക് സ്റ്റാളും പരിപാടിയൊക്കെ ഉണ്ട്. ഞാനവിടെ ഹണ്ടർ അവിടെ.
പിന്നെ ഇവർ ഞാനും പകലും ഒക്കെ കളിക്കും. ഏതായാലും 10 ദിവസമല്ലേ ആസ്വദിക്കാൻ. അവർക്ക് ഹസ്ബൻഡില്ല. അങ്ങനെ 2-3 ദിവസമായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ നാട്ടിലാണ് ഒരു ഓൾഡ് ഏജുള്ളൊരു ലാൻഡിനെ കളിക്കണമെന്നുണ്ട് പറഞ്ഞു. അപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയാൻ പറഞ്ഞു. സെക്ഷൽ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, കാരണം ഞാൻ അവരെ കെട്ടിയാലൊന്നും അല്ലല്ലോ. അവർ ശരിയാക്കാൻ പറഞ്ഞ് ഇവർ തന്നെ ഒരു സെർവൻറ്റിനെ എനിക്ക് സെറ്റ് ചെയ്തു തന്നു. അപ്പോൾ നോക്കുമ്പോൾ അതിനെ കളിച്ചപ്പോൾ അതിനും ഇതേപോലെ കിണ്ണം പോലെ മിനുസാക്കി വെച്ചേക്കണം ആ ഏരിയ. അവരെ ഞാൻ പേഴ്സണലായിട്ട് കളിച്ച് ഇങ്ങോട്ട് നല്ലോണം കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അവർ. അങ്ങനെ ആ രാത്രി മുഴുവൻ കളിച്ച് പിറ്റേ ദിവസം ഞാൻ മറ്റേ സ്ത്രീനോട് ചോദിച്ചാൽ അവർക്ക് എത്ര വയസ്സുണ്ടാവും ചോദിച്ച്. 75 അടുത്ത് ഏകദേശം ഉണ്ട്. 70 ഏതായാലും കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ അവർ വീട്ടിലുണ്ട്. അന്ന് അവരിങ്ങനെ തന്നെ 75 ഉണ്ടാവും പറഞ്ഞു. അപ്പോൾ അവരുടെ നല്ല പ്രായത്തിലൊക്കെ എന്തായിരിക്കും. അപ്പോൾ കളീൻ്റെ കാര്യത്തിൽ എൻ്റെ ഒരു ഭാഗ്യം ഭയങ്കരം തന്നെ. ഈ ആസാം ഇപ്പോൾ എവിടെ, അന്ന് ഗുവാഹട്ടി വരെയുള്ളൂ വണ്ടി. ഇപ്പം ദിബ്രുഗഡ് അങ്ങോട്ടൊക്കെ റൂട്ടുണ്ട്. എനിക്ക് അവിടെ ഒന്നും കറക്റ്റ് അറിയില്ല. ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് മാത്രമേ പോയിട്ടുള്ളൂ. സോണിത്പൂർ, നെമ്മേരി, തെസ്പൂർ എന്നാണ് ഈ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ പോയത്. അല്ലാണ്ട് അവിടുത്തെ ഭൂമിശാസ്ത്രമൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ ജോലി സംബന്ധമായിട്ട് അവിടെ പോയതല്ല. അതേസമയം കാശ്മീർ ഒക്കെ എനിക്ക് ഏകദേശം അറിയും. ഇവിടെ ഞാനും ജോലി ചെയ്തിട്ടില്ല. ഏതായാലും മധുരസ്മരണകളാണ്. ആസാമായാലും എന്താ പറയാൻ പറ്റില്ല. എനിക്ക് ഇപ്പോഴും ഈ കാര്യത്തിൽ വലിയൊരു മുട്ടില്ല. അടുത്ത വീഡിയോ നാളെ.